മാഡമിനൊന്ന് കാണണം. അകത്തൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കുറച്ചു നേരം Center number 24. Any update on that? Yeah, ma'am. I have assigned a special squad regarding that center number 24. I can see some issues in center number 97 too. Miss Jaya, any updates on that? Yes, ma'am. We are working on it. You may go now. Thank you. Thank you, madam. പോകാമോ? സാർ ഇപ്പോൾ പോവാം. മാഡം നമസ്കാരം, ഞാൻ പ്രദീപ്. നമസ്കാരം. ഡോക്ടർ കാർത്തി സാർ CMന്റെ ഒരു ലെറ്റർ തരാൻ പറഞ്ഞിരുന്നു. Please be seated. താങ്ക് യു. വിദ്യ, ഇത് സ്കാൻ ചെയ്ത് ഡൽഹിക്ക് അയക്കേ. Okay, ma'am. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാഡം. ഹലോ. യെസ്. നിങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഫോൺ ചെയ്യൂ. Excuse me, ma'am. ഈ ലെറ്റർ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കണം. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് മാഡം. ഹലോ. നമസ്കാരം ചേച്ചി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതെയോ സർ? താങ്ക് യു സർ. ഇപ്പൊ നിങ്ങൾ ശരിക്കും എവിടെ എത്തിയത്? ശരി, തനുജയുടെ ഫോൺ എടുക്കാവോ? കൊടുക്കാം സർ, കൊടുക്കാം. തനു. ഹലോ, പറയൂ സർ. തനുജ, നിനക്ക് എക്സാം എഴുതാൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട. ഇതുവരെ സംഭവിച്ചതെല്ലാം തന്നെ മറന്നേക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക. 1 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത് നോക്കിക്കോ. ചെയ്യാം സർ. എക്സാം സെന്റർ എവിടെയാ സർ? നാഷണൽ കോളേജ് ആലുവ. ഓക്കെ സർ. ഞാൻ ഡ്രൈവറിന് ഫോൺ കൊടുക്കട്ടെ. നിങ്ങൾ ഏതാ ലൊക്കേഷൻ എന്ന് പറഞ്ഞോളൂ സർ. താങ്ക് യു സോ മച്ച് സർ. ചേട്ടാ, അഡ്രസ് പറയുന്നുണ്ടോ ഒന്ന് കേക്കോ? സാർ പറയൂ സാർ. നോക്ക്, ആ കുട്ടിയുടെ ഭാവി ഇപ്പൊ താങ്കളുടെ കയ്യിലാണ് ഉള്ളത്. താൻ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വരുന്നതോ അത്രത്തോളം സേഫ് ആയിട്ട് വരുന്നതും പ്രധാനമാണ്. 1.5 മണിക്ക് മുന്നേ താൻ ആലുവ നാഷണൽ കോളേജിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ സാർ. സാർ വരൂ, അകത്തേക്ക് പോവും. വരൂ മാഡം. നിങ്ങൾ ഐ ഡി കാർഡ് കാണിക്കും. ഐ ഡി കാർഡ് കരുതൽ പോകൂ മാഡം.
സാർ ആരെയാണ് കാണേണ്ടത്? സെൻട്രൽ ഇൻചാർജിനെ കാണണം. അകത്ത് എക്സാം നടക്കുവാണ്, ആരും അകത്തേക്ക് പോകരുത്. സ്ട്രിക്റ്റ് ഓർഡറാണ്. ഈ ലെറ്റർ അവരുടെ അടുത്ത് കൊടുക്കണം. വരൂ സർ. താങ്ക് യു. സാർ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ശരി. ഹലോ സാർ, ലെറ്റർ. ഇതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ഷീ ക്യാൻ റൈറ്റ് ദ എക്സാം. ഓക്കെ സാർ. സാർ, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആയേക്കാം. എക്സാം എഴുതാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. എക്സാം എഴുതാനൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റുഡൻറ്റ് ബി ഓൺ ടൈം ഹിയർ. 1 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പാടില്ല. സാർ, പാലക്കാടിൽ നിന്ന് അവർ വരുന്നത് തന്നെ സാർ, അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ലേറ്റ് 5 ആയി. മിനിറ്റ് ലേറ്റായി വരുന്നൊരു സ്റ്റുഡൻറ്റിന് എക്സാം അലോട്ട് ചെയ്യുന്നതിന് വേണ്ടി സെൻറ്ററിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനും റീ എക്സാം അലോട്ട് ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ അതെല്ലാവർക്കും പ്രശ്നമാണ്. ആസ് എ ലെക്ചറർ താങ്കൾക്കും ഇത് മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് എന്നിരുന്നാലും സോറി, ഐ കനോട്ട് അലോ. ശരി സർ, പ്ലീസ്.